ഹായ് ഓൾ. ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ കുറച്ചൊരു യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയുടെ ക്ലിപ്പ് ഞാനൊന്ന് ജസ്റ്റ് കേൾപ്പിക്കാം. അതായത് ഇപ്പോൾ പല മെമ്പേഴ്സും ഫോർവേഡ് ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ പലരും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ അങ്ങനെ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് വരുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കിയതാണ്. അപ്പോൾ ഒരു നെഗറ്റീവ് വീഡിയോ തന്നെയാണ്. അതായത് FE03 എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ഒരു ടീമും അല്ലെങ്കിൽ ഫോർഎവർ ലിവിംഗ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയും അത് മോശമാണ് എന്നുള്ള രീതിയിൽ ആളുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കേൾപ്പിക്കാം. അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. അതിനുശേഷം അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഫോർഎവർ ലിവിംഗ് പ്രോഡക്ട്സ് എന്നൊരു അമേരിക്കൻ കമ്പനിയെ കുറിച്ചിട്ട്. ഇതേ ഒരു കമ്പനിയിൽ തന്നെ ഞാനും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഞാനൊരു 8 മന്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ. പക്ഷേ ഇപ്പോൾ ഇതിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. കാര്യം മനസ്സിലാക്കിയ സംബന്ധിച്ചൊക്കെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കമ്പനി തന്നെയാണ്. പക്ഷേ എൻ്റെ ആ ഒരു അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജോബ് പാക്കേജിലെ പോസ്റ്റ് കണ്ട് കഴിക്കാൻ നമ്മളതിലേക്ക് ജോയിൻ ആവുന്നത്. ജോയിൻ ആയതിനു ശേഷം നമുക്കൊരു BUP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് തരുന്നത്. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് ഇരുന്ന് കേൾപ്പിച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. സംഭവം പറയുന്ന ഒരു കാര്യത്രേ ഉള്ളൂ. ആള് ഓൾറെഡി 8 മാസം വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ആൾക്ക് ഇതിനകത്തൂടെ ആൾ ഇന്നിങ്സ് ഉണ്ടാക്കിയൊരു വ്യക്തി കൂടിയാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ആളെ സംബന്ധിച്ച് ആൾ പറയുന്നത് കുറേ കാര്യങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. ആൾ കുറേ അധികം നെഗറ്റീവ്സ് ആണ് ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇത് മോശമാണ്, ആൾക്കാരെ പറ്റിക്കുകയാണെന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ നോർമലി കേൾക്കാറുള്ള കുറേ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് ഫോർഎവർ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആളുകളോടാണ്. അതായത് ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് വീഡിയോസ് എൻ്റെ ബിസിനസ്സിനെ ബാധിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇതിൽ കുറേ അധികം കാര്യങ്ങൾ ഞാൻ ആ കുട്ടി പറയുന്ന എനിക്ക് കുറ്റം പറയാം, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒന്ന് നെഗറ്റീവ് പറയുമ്പോഴത്തേക്കും അങ്ങനെയല്ല ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു വ്യക്തിയെ കുറ്റം പറയുക, ആ ഒരു കൺസെപ്റ്റ് അല്ല. പകരം അവർ പറഞ്ഞതിനകത്തും കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി അവിടെ പറയുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്ന കാര്യങ്ങളാണ്. അതായത് പല ആളുകളും ഇപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജിലാണെങ്കിൽ പോലും ഞാനിപ്പോൾ ടേൺ ഓവർ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ എന്താണ് ഞാനിവിടെ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പലരും എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇവരൊന്നും ഈ ബിസിനസ് എന്താണെന്നോ അല്ലെങ്കിൽ ഈ ഒരു വർക്ക് എന്താണെന്നോ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെയാണോ, അല്ലെങ്കിൽ സ്പോൺസേഴ്സ് ഇതൊന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കി കൊടുക്കാതെയാണോ ഇവരെ ഈ പറയുന്ന ടേൺ ഓവറിലേക്ക് എത്തിക്കുന്നത്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടിനല്ലല്ലോ, വലിയൊരു എന്താ പറയുക ബൾക്കായിട്ടുള്ള പർച്ചേസിങ് അവർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. സോ അത്രയും എന്താ പറയുക കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കൊടുക്കാതെയാണോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ ഒരു വ്യക്തി പറയുന്നതിലും എനിക്ക് എന്താ പറയുക ന്യായീകരിക്കുന്ന പോയിന്റുകളിലൊന്നാണ് ഞാനും യോജിക്കുന്ന ഒരു സംഭവമാണ്. അതായത് വർക്ക് എന്താണെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതെന്നോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാതെ കൊണ്ടുവരാമെന്നുള്ളത്. അതായത് സിസ്റ്റം ഫുള്ളായിട്ട് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം എല്ലായിടത്തും നമ്മൾ ഫീസൊക്കെ പേ ചെയ്തിട്ടായിരിക്കും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫീസ് പേ ചെയ്താലായിരിക്കും അവർ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ പ്രത്യേകിച്ച് ഫീസല്ല. ഇവിടെ ബിസിനസ് ഐഡിയ ആക്ടിവേറ്റ് ചെയ്ത് അവരുടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് തരുമെന്നുള്ളതാണ്. സോ അവിടെ ഫീസായിട്ടല്ല, നമ്മുടെ ബിസിനസ് ഐഡിയ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കൊടുക്കണം. എന്തായിരിക്കും നിങ്ങൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഓവറോൾ ഒരു ഐഡിയ എങ്ങനെയാണ്, അത് കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. മനസ്സിലായില്ലേ? അത് അവസാന സമയത്ത് അവർക്ക് കൺഫ്യൂസ്ഡ് ആവരുത്, അല്ലെങ്കിൽ അവർ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചിന്താഗതി അവർക്ക് തോന്നരുത്. ആ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഒരു സ്പോൺസറിനെ സംബന്ധിച്ച് അവൻ്റെ ബാധ്യതയാണ്, അത് അല്ലെങ്കിൽ അവൻ്റെ കടമയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാം. അത് ചെയ്യാത്ത പക്ഷം ഇങ്ങനെയുള്ള നെഗറ്റീവ് വീഡിയോസ് പൊങ്ങി വരും, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നെഗറ്റീവ് പറയും. കാരണം ഇപ്പോൾ 10, 15, 20, 25 ആൾക്കാർ ഒരു മാസത്തിൽ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവിടെയെല്ലാം എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു 10, 20, 25 ആൾക്കാരെയൊക്കെ ഒരു മാസത്തിൽ സ്പോൺസർ ചെയ്യുന്ന ഒരുപാട് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവരുടെ ഒന്നും ബിസിനസ് ഗ്രോ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? മാസം നല്ലൊരു ബിസിനസ് നടക്കുന്നു, പക്ഷേ വലിയ ടീമിൽ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു സംഭവം നടക്കുന്നത്? ഇപ്പോൾ ചില ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫോർവേഡിൽ ഇങ്ങനെ സക്സസ്ഫുൾ ആയി അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു 3, 4 ആൾക്കാരായിരിക്കും ഒരു സ്പോൺസർ ചെയ്യുന്നത്. അവിടെ എന്താണ് വ്യത്യാസം വരുന്നത്? 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ച് അവൻ്റെ ബിസിനസ്സിനെ ഗ്രോ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവൻ കുറേ കാര്യങ്ങൾ അവിടെ വിലയിരുത്തണം. അവൻ്റെ കസ്റ്റമറിനെ വിലയിരുത്തണം. ചീഫ് കസ്റ്റമർ, പ്രീമിയം കസ്റ്റമർ, ലക്ഷറി സെഗ്മെൻറ്റ്, അങ്ങനെ പല ടൈപ്പിലാണ് കസ്റ്റമേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ലീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെല്ലാം കാറ്റഗറൈസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ക്വാളിറ്റിയുള്ള വ്യക്തികൾക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നല്ല രീതിയിലുള്ള എന്താ പറയുക ബിസിനസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടുപോവുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ് ഈ ഒരു ഫോർഎവർ ബിസിനസ്സിൽ. ഒരു 10, 15 ആൾക്കാരെ ഒരു മാസത്തിൽ സ്പോൺസർ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് നമ്മളവിടെ നോക്കുന്നത് ക്വാളിറ്റി അല്ല, വ്യക്തികളിലുള്ള ക്വാളിറ്റി അല്ല, നമ്മുടെ ഓപ്പോസിറ്റുള്ള നമ്മുടേക്ക് വന്നിട്ടുള്ള പ്രോസ്പെക്റ്റ് ക്വാളിറ്റി ഉള്ള വ്യക്തിയാണോ എന്നുള്ളത് നോക്കുന്നതല്ല നമ്മളവിടെ ചെയ്യുന്നത്. പക്ഷെ മറിച്ച് നമ്മളെന്താ ചെയ്യുന്നത്, എങ്ങനെയെങ്കിലും വരുന്ന 10 ലീഡിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ക്വാളിറ്റി ഇല്ലാത്ത വ്യക്തികളിലേക്ക് നമ്മൾ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അവരെന്ത് ചെയ്യും, അവരെ സംബന്ധിച്ച് അവർക്ക് അതിൽ സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. സക്സസ്ഫുൾ ആകാൻ പറ്റാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയെ തന്നെ അവർ നെഗറ്റീവായിട്ട് കാണും. അവരത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് അവരതിനെ പ്രൊമോട്ട് ചെയ്യും.
അപ്പോൾ മൗത്ത് പബ്ലിസിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ അവർ പരസ്പരം പറഞ്ഞ് അതങ്ങ് പ്രചരിപ്പിക്കും. അത് നിങ്ങളുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ തകർക്കും. അതേസമയം വരുന്നതിൽ നിന്ന് ക്വാളിറ്റി ഉള്ളവരിലേക്ക് മാത്രം നിങ്ങൾ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു മാസത്തിൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു 10-15 ലീഡ്സ് നിങ്ങൾക്ക് വരുമായിരിക്കും. പക്ഷേ അതിനകത്ത് ചിലപ്പോൾ ഒരു 3-4 പേരായിരിക്കും ക്വാളിറ്റി ഉള്ളത്. ബിസിനസ് മനസ്സിലാക്കി, പ്രൊഡക്ട്സ് മനസ്സിലാക്കി അവരത് ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ടുള്ള കോൺഫിഡൻസ് ഉള്ള വ്യക്തികൾ, ലേണിംഗ് ആറ്റിറ്റ്യൂഡും പേഷ്യൻസും മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള വ്യക്തികൾ, ഇവരെ നിങ്ങൾ കോൾ ചെയ്ത് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത്, അവരുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ളവരിലേക്ക് മാത്രം ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. മനസ്സിലായി? അത് ഈ പറയുന്ന വർക്ക് എങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർ ബിസിനസ്സിലേക്ക് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ടീം മെമ്പറായിട്ട് മാറും. അപ്പോൾ അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ വ്യക്തിയുടെ കേസിൽ ഇപ്പോൾ ആൾ പറഞ്ഞത് ഈ 8 മാസത്തിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയെന്ന് പറഞ്ഞു. 8 മാസത്തോളം ഈ ഒരു കമ്പനിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ആളെ സംബന്ധിച്ച് ആൾ 8 മാസത്തോളം വർക്ക് ചെയ്തു, 1 രൂപ പോലും ഏൺ ചെയ്തിട്ടില്ല എങ്കിൽ, ഫോർ അവർ ബിസിനസ്സിൽ നിന്ന് 1 രൂപ പോലും ആൾക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആൾ പറയുന്നതിനോട് നമ്മൾ യോജിക്കും. ആൾ പറഞ്ഞത് ഓക്കെയാണ്, ആളുടെ അനുഭവമാണ് പറയുന്നതെന്ന് വിചാരിക്കാം. പക്ഷേ ആൾ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ 8 മാസത്തോളം വർക്ക് ചെയ്തു, എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് ഏണിങ്സ് ഒക്കെ കിട്ടിയിട്ടുമുണ്ട്, ഈ ഒരു കമ്പനിയിൽ നിന്ന് എനിക്ക് കുറച്ച് ഏണിങ്സ് ഒക്കെ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് കിട്ടാതെ, മനസ്സിലായി? ഈ കിട്ടാതായത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ വർക്ക് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് അറിയാം. എന്തുകൊണ്ടാണ്? പണിയെടുക്കണം. കാരണം ഒരു എക്സാമ്പിളിന് പറയാം, ഞാനൊരു കമ്പനിയിൽ അവരുടെ പാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നൊരു വ്യക്തി, എനിക്ക് അവിടെ സാലറി അല്ല, ഫിക്സഡ് സാലറി അല്ല, മറിച്ച് എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് അവർ പറഞ്ഞേക്കുന്നത്, നീ നമ്മുടെ ഇവിടെ ബിസിനസ് ചെയ്യും, ആ ബിസിനസ് നീ മൂലം നടക്കുന്ന ബിസിനസ്സിൻ്റെ എല്ലാം ഇത്ര ശതമാനം പ്രോഫിറ്റ് നിനക്ക് തരാം എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. അവിടെ ഞാനത് മാക്സിമം അവിടുത്തെ ബിസിനസ് കയറ്റാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അങ്ങനെ ഞാൻ മുഖേന ബിസിനസ് വരുമ്പോൾ അതിൻ്റെ കമ്മീഷൻ എനിക്ക് തരും. അതേസമയം ഞാൻ എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ മുമ്പോട്ട് പോകണം, ഇതൊക്കെ എനിക്ക് പഠിപ്പിച്ച് തരാൻ ആളുകളുണ്ട്. പക്ഷേ ഞാനത് പ്രോപ്പറായിട്ട് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ എൻ്റെ നോളജിനെ അപ്ഡേറ്റ് ആക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ വേണ്ട രീതിയിൽ ഇനിയിപ്പോൾ പഠിച്ചാൽ തന്നെ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല, ഞാൻ ചുമ്മാതിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എന്താ പറയുക, ഞാൻ മുഖേന ബിസിനസ് നടക്കാത്തതുകൊണ്ട് കമ്പനി എനിക്ക് പ്രോഫിറ്റും തരുന്നില്ല. സോ ഞാൻ മാറി നിന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കമ്പനി മോശമാണ്, അല്ലെങ്കിൽ അത് ശരിയല്ല, അത് ഫ്രോഡാണ് എന്നൊക്കെ ഞാൻ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ? ഇന്നിപ്പോൾ വരുന്ന ഭൂരിഭാഗം ഒരു MLM ഇൻഡസ്ട്രിയിൽ കുറേ അധികം നെഗറ്റീവ്സ് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഇവിടെ പല ആളുകളും, ഇവിടെ 1-2 ആളുകളല്ല സക്സസ്ഫുൾ ആകുന്നത്. സക്സസ്ഫുൾ ആകുക എന്ന് പറയുന്നത് മാനേജറായി ഒരു 6 ഫിഗർ ഇൻകം മന്ത്ലി ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല സക്സസ്ഫുൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചിലവാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇറങ്ങി നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ സക്സസ്ഫുൾ ആയെന്നാണ്. മനസ്സിലായില്ലേ? അല്ലാത്ത പക്ഷം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ സക്സസ്ഫുൾ അല്ല, ഫെയിലിയർ ആണെങ്കിൽ അവൻ ഇതിനൊന്നും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇവിടെ അവന് വർക്കൗട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. അവനെ നമുക്ക് ഫെയിലിയർ എന്നുള്ള ഒരു ഘടകത്തിലൂടെ മാറ്റി വെക്കാം, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ അവൻ നോക്കാം. മനസ്സിലായി? ഇവിടെ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഈ വ്യക്തിയും സക്സസ് ആയിട്ടുണ്ട്, ആ വ്യക്തിക്ക് പറ്റിയ പണിയാണ്, അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആൾ തെളിയിച്ചിട്ടുണ്ട്. ആൾ ആ ഒരു വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്, ഞാനിവിടെ 8 മാസത്തോളം വർക്ക് ചെയ്തു, ഞാൻ കുറച്ച് ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ പിന്നീട് എനിക്ക് കിട്ടാതെയായി. അപ്പോൾ അതെന്തുകൊണ്ടാണ്? വർക്ക് ചെയ്യാത്തത് കൊണ്ട് കിട്ടിയില്ല എന്നുള്ളത്. എൻ്റെ വീഡിയോ താങ്കൾ കാണുന്നുണ്ടെങ്കിൽ താങ്കളൊന്ന് സ്വയം ആലോചിക്കുക. ആരുടെ മുമ്പിലും എന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയെ തോപ്പിക്കാൻ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയെ തോപ്പിക്കാൻ നിങ്ങൾക്ക് പറയാം, ഞാൻ വർക്ക് ചെയ്തു, കുറേ കഷ്ടപ്പെട്ടു, എനിക്ക് കിട്ടിയില്ല എന്ന് പറയാം. പക്ഷേ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക, വേണ്ട രീതിയിൽ ഞാൻ ചെയ്യേണ്ട രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് സ്വയം ചോദിച്ചു നോക്കാം. മനസ്സിലായില്ലേ? അത് നടത്തിയിട്ടുണ്ടാവില്ല. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ല റിസൾട്ട് ഉണ്ട്. കാരണം ഇന്നിപ്പോൾ ഒരു 2 വ്യക്തിയിൽ തുടങ്ങിയ ഒരു കമ്മ്യൂണിറ്റിയാണ് ഫീസറോത്ര ഓർഗനൈസ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ 11ഓളം രാജ്യങ്ങളിലായിട്ട് എന്താ പറയുക, ആയിരക്കണക്കിന് ആളുകൾ വർക്ക് ചെയ്യുന്ന, മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. 4 ഫിഗർ ഇൻകം, 5 ഫിഗർ ഇൻകം, 6 ഫിഗർ ഇൻകം ഒക്കെ മന്ത്ലി ഏൺ ചെയ്യുന്ന ആളുകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉണ്ട്. മനസ്സിലായില്ലേ? അതിൽ എന്താ പറയുക, പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളുണ്ട്, എന്താ പറയുക, ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻസ്, ആ കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്, ഹൗസ് വൈഫ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്. ഇവരൊക്കെ മന്ത്ലി ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പർച്ചേസിൻ്റെ കേസ് പറയുന്നത് അതൊരു 1 ടൈം പർച്ചേസ് ആണ്, അല്ലാതെ മന്ത്ലി പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളൊരു വകുപ്പല്ല ഇവിടെ വരുന്നത്. മനസ്സിലായി? ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ലൈഫിൽ ഒരു ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമ്പോസിബിൾ ആയിട്ട്, അല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് നടക്കാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ അവന് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സംഭവമാണ് ഒരു ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ആ സമയത്ത് അങ്ങനെയുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, താഴെ തട്ടിലുള്ള ആളുകൾക്ക് ഒരു ബിസിനസ് ഓണർ ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഗവൺമെൻറ് ഇത്രയധികം ഫ്രോഡാണ്, അല്ലെങ്കിൽ ഇത് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഇതെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് എറണാകുളം വൈറ്റ്ലയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അതേ ഫോർ അവർ ലിവിംഗ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുടെ ഡയറക്റ്റ് ഓഫീസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരു ഓഫീസ് അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അതിന് അപ്രൂവൽ കൊടുക്കുമോ? ഇല്ല. നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് കേസ് കൊടുക്കുക, അതിനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. മനസ്സിലായില്ലേ? സോ അതൊന്നും ചെയ്യാതെ വന്നൊരു സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ അവിടെ എന്താ പറയുക, ഒരു കോമാളിയാവുന്നേ. കാരണം ഞാൻ 8 മാസത്തോളം പണിയെടുത്തു, പക്ഷേ എന്താ പറയുക, എനിക്ക് ഇൻകം ഒക്കെ കിട്ടിയിട്ടുണ്ട്, പിന്നീട് കിട്ടാതായി. അതായത്
എനിക്ക് കിട്ടാതായി അല്ലെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ സക്സസ്ഫുൾ ആകുന്ന മന്ത്ലി 50,000 60,000 70,000 ഒക്കെ ഏൺ ചെയ്യുന്ന ഹൗസ് വൈഫ് എന്നെ പോലുള്ള എന്താ പറയുക കുറേ ആളുകൾ. സോ എനിക്ക് കിട്ടാത്തതുകൊണ്ട് അവർക്കും കിട്ടിക്കൂടാ എന്ന് ചിന്തിക്കുന്ന രീതി അത് ശരിയായ ഒരു രീതിയല്ല. മനസ്സിലായില്ലേ? അതിനെ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതൊരു ശരിയായ നടപടിയല്ല. കാണുന്നവന് മനസ്സിലാകും, അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ പോയിന്റുകൾ വെച്ച് ഫുള്ളി കേട്ട ഒരു വ്യക്തിക്ക് മനസ്സിലാകും എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത്. സോ ഇങ്ങനെയുള്ള വീഡിയോസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഇനി ഫോർ അവർ ബിസിനസ് ഓണേഴ്സിനോട് ആണ് പറയാനുള്ളത്. ഇങ്ങനെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ്സ് നിങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക തരണം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടി വരും. ഞാനൊക്കെ ഒരു എന്താ പറയുക സൂപ്പർവൈസർ ലെവൽ ആ ഒരു ലെവലൊക്കെ അച്ചീവ് ചെയ്യുന്ന സമയത്ത് പോലും എന്നെ സംബന്ധിച്ച് ഇതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള നെഗറ്റിവിറ്റീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് എന്താ പറയുക നല്ല ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആളുകൾ പോലും ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ തന്നെ തിരുത്തി പറഞ്ഞു അത്. മനസ്സിലായില്ലേ? അങ്ങനെ അത്രത്തോളം ബിസിനസ്സിനെ എന്താ പറയുക ഡൗൺ ആക്കുന്ന ഒരു സ്റ്റേജസ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് പോകുന്ന ആൾക്കാർ അവർ പോയത് എന്തായാലും നന്നായി എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എൻ്റെ അടുത്തേക്ക് വരുന്നതിൽ ഒരു ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇൻഡസ്ട്രിയിലേക്ക് വന്നു, ആ ഒരു ഫീൽഡിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ അതിന് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനൊരു ഇതിനെ ഈ ഒരു നിങ്ങളുടെ ഇൻഡസ്ട്രിയെക്കുറിച്ച് ഇങ്ങനൊരു കമൻറ്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനൊരു നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, അതെന്തുകൊണ്ടാണ് ഞാനത് ചോദിച്ച് അത് മനസ്സിലാക്കാൻ ശ്രമിക്കും. അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. അങ്ങനെ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയെ നിങ്ങളുടെ ടീമിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനാണ്. കാരണം അത് നല്ലൊരു ടീം മെമ്പർ ആയിരിക്കും, അവന് നല്ല മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും, അവൻ എന്ത് മിസ്റ്റേക്കിനെയും തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ടീം മെമ്പറിനെ മാത്രം നിങ്ങൾക്ക് ടീമിൽ കിട്ടിയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ഫോളോ അപ്പിലുണ്ട് ഇവിടുന്ന് വന്ന് എന്താ പറയുക കമ്പനി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു, അപ്പുറത്ത് ഒരാൾ വന്നിരുന്നുകൊണ്ട് അത് തെറ്റാണ് അല്ലെങ്കിൽ അത് റോങ് ആണ് അല്ലെങ്കിൽ അത് ഫ്രോഡാണ് എന്ന് പറയുന്നത് കേട്ട് അവൻ പറഞ്ഞ കേട്ടോണ്ട് ഓടിപ്പോകുന്നവനാണെങ്കിൽ പൊക്കോട്ടെ. അവനെ നിങ്ങൾ ഈ ടീമിലേക്ക് പോയി അവൻ്റെ പിന്നാലെ നടന്ന് അങ്ങനെയല്ല അവർ പറയുന്നത് ചുമ്മാ പറയുന്ന എന്ന് പറഞ്ഞിട്ട് അവരെ ക്യാൻവാസ് ചെയ്ത് നിങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ബിൽഡ് ചെയ്തെടുക്കുന്നത് ഒരു ടീം മെമ്പറിനെ അല്ല, നിങ്ങളുടെ നാളത്തെ ബിസിനസ്സിനെ തകർക്കാനുള്ള ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും. അത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു വ്യക്തി നിങ്ങൾ ടീമിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുന്നത് എന്താണ്? സ്വാഭാവികമായിട്ടും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു നെഗറ്റീവ് എനർജിയെ തന്നെയാണ് നിങ്ങൾ അവിടെ ബിൽഡ് ചെയ്തെടുക്കുന്നത്. സോ അത് നിങ്ങളുടെ നാളത്തെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാർ, ഇതൊക്കെ കണ്ടിട്ട് പോകുന്ന ആൾക്കാർ അങ്ങോട്ട് പൊക്കോട്ടെ. മനസ്സിലായില്ലേ? ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ ഇത് വേണ്ട ആളുകൾക്ക് നിങ്ങളിത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് കൊടുക്കുക. അത് ഇതിനെ അംഗീകരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിനെതിരെ ഇപ്പോൾ ഈ ഒരു FE03 ഓൺട്രപ്രൈസ് അല്ലെങ്കിൽ ഫോർ അവർ ലിവിംഗ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന കമ്പനികൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇത്രയും വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വന്നിരുന്നുകൊണ്ട് ആളുകൾ നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. എന്താ? നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? വളർന്നുകൊണ്ടിരിക്കുന്നവനെ കുറ്റം പറയാനേ ആൾക്കാരുണ്ടാവുള്ളൂ. അല്ലാതെ ഒന്നും ആകാതെ ഇരിക്കുന്ന ഒരു സംഭവത്തിനെ ആരും കുറ്റം പറയാൻ ആൾക്കാരുണ്ടാവില്ല. കാരണം എന്തിനാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ആകുന്ന അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനെ കുറ്റം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് നശിപ്പിക്കണം. അത് പറയാൻ ആൾക്കാരുണ്ടാവും, നെഗറ്റീവ് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ നെഗറ്റീവ്സിനെ ഒന്നും മൈൻഡ് ചെയ്യണ്ട. മനസ്സിലായില്ലേ? വളരുന്നതിനെ തകർക്കാൻ ആൾക്കാരുണ്ടാവും. അതിനെ അപ്പം നമ്മൾ നെഗറ്റീവ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവണം, ഞാൻ വളരുന്നുണ്ട് എന്നുള്ളതിന് അർത്ഥമാണത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ. ആ വീഡിയോ ഒന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഫോർ അവർ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആളുകളോടാണ്. സോ നിങ്ങളാണ് എൻ്റെ ഓഡിയൻസ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരാം എന്നുള്ളതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള നെഗറ്റീവ് വീഡിയോസ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സെയ്ദ്.